നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIയെ നിയന്ത്രിക്കണം, ഇത് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. SFIയുടെ അക്രമ പ്രവർത്തനം അംഗീകരിക്കാനാകില്ല എന്ന് തുറന്നടിച്ച് MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അരാഷ്ട്രീയമായ പ്രവണതകളും സംഘടനയിലുണ്ട് എന്നും ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല സ്വഭാവവും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നവരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ലഹരിക്കെതിരെയുള്ള പ്രചാരകരാവണം SFI എന്നും ലഹരി സംഘങ്ങളുമായി ബന്ധമില്ല എന്ന് SFI ഉറപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. SFIയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സംസ്ഥാന തലത്തിൽ ശില്പശാലകൾ സംഘടിപ്പിക്കണം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴായിരുന്നു SFIയെ കുറിച്ചുള്ള നിലപാടുകൾ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും SFI നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, SFI വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിലാണ് മർദ്ദിക്കുന്ന ആ സംഭവങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല, ഗവർണറുമായിട്ടുള്ള ഒരു പോരാട്ടം. അതേസമയം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കാരണമെന്ന് തുറന്നു പറഞ്ഞ MV ഗോവിന്ദൻ, പ്രവർത്തന രംഗത്ത് പോരായ്മയുണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് ദിവസം പോലും വിവാദമുണ്ടാക്കി. ഇതെല്ലാം കണക്കിലെടുത്താണ് EP ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് MV ഗോവിന്ദൻ നൽകുന്ന വിശദീകരണം. മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി BJP പാളയത്തിലെത്തിയ സംഭവത്തിൽ കടുത്ത രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കിയിരുന്നെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. പുതിയ പാർട്ടി സെക്രട്ടറിയെ മധു മുല്ലശ്ശേരി കാണാമെന്നത് പണപ്പെട്ടിയും വിദേശ വസ്ത്രങ്ങളും വില കൂടി സ്പ്രേയും ഒക്കെ ആയാണ്. ലോഡ്ജ് നടത്തിപ്പ് ക്രമക്കേട് അടക്കം പലവിധ പരാതികൾ എത്തിയിട്ടും പരിഹരിക്കാത്ത പാർട്ടി നേതൃത്വത്തിന് വലിയ വീഴ്ചയുണ്ടായി എന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന്റെ സഖ്യകക്ഷികളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇരുകൂട്ടരുമായുള്ള ബന്ധം കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കും, വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും UDFന്റെ വോട്ട് വർദ്ധിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ശക്തമായി എതിർക്കുന്നത് CPIM ആണ്. അത് തുടരും. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ന്യൂനപക്ഷ വർഗീയവാദികളും RSS ഭൂരിപക്ഷ വർഗീയവാദികളുമാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ട് വാങ്ങിയെന്നാണ് UDF വിജയിച്ചതെന്നാണ് CPIM നിലപാട്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.